മെയ് 26 ലോക ഡ്രാക്കുള ദിനമാണ്. ബ്രാം സ്റ്റോക്കറുടെ ലോകപ്രസിദ്ധമായ ഡ്രാക്കുള എന്ന നോവൽ ആദ്യമായി 1897 പ്രസിദ്ധീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് വർഷം തോറും ലോകതലത്തിൽ ഈ ദിനം ആചരിച്ചുവരുന്നത്. അക്ഷരങ്ങളുടെ ലോകത്ത് വായനയുടെ വാതായനങ്ങളിൽ ഡ്രാക്കുള എന്ന പേര് കേൾക്കാത്തവരായി ആരെങ്കിലുമുണ്ടാകുമോ? ദേശാന്തരങ്ങൾ ഭാഷാന്തരങ്ങൾ താണ്ടി ആ ഒരു കഥാപാത്രം മനുഷ്യമനസ്സുകളെ അത്രക്കധികം അമാനുഷികമായ തലത്തിൽ അമ്മാനമാടിയിരിക്കുന്നു. ഡ്രാക്കുള എന്ന പേരിനർത്ഥം ഡ്രാഗൺ എന്ന സർപ്പത്തിന്റെ പുത്രൻ എന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഡ്രാ എന്നതിന് റൊമാനിയൻ നാട്ടുഭാഷയിൽ ഡ്രാഗൺ എന്നർത്ഥമാണ്. ലോകപ്രസിദ്ധമായ ഡ്രാക്കുളയെ പൊടിപ്പും തൊങ്ങലും വെച്ച പാശ്ചാത്തല കഥകളും അതേ തുടർന്ന് അനുബന്ധമായി എത്രയോ അധികം ഉണ്ടായിവന്നു. യഥാർത്ഥത്തിൽ ഡ്രാക്കുള എന്ന ഭരണാധികാരി റൊമാനിയയുടെയും തുർക്കിയുടെയും ഇടയിലുള്ള ഭൂപ്രദേശത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്രൂരതകളാണ് സത്യത്തിൽ ബ്രാം സ്റ്റോക്കറെ ഡ്രാക്കുള എന്ന ഭീകര നോവലിന്റെ രചനയ്ക്ക് പ്രേരകമാക്കിയതത്രേ. ജിപ്സി വംശത്തിൽപ്പെട്ടയാളാണ് ഭരണാധികാരിയായ ഡ്രാക്കുള എന്നും പറയുന്നുണ്ട്. ഏതോ കാലത്ത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ എത്തപ്പെട്ട ഒരു വംശമാണ് ജിപ്സികളെന്നാണ് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത്. ഇവരിൽ ഉണ്ടായിരുന്ന മാന്ത്രിക പാരമ്പര്യവും അവർ കാണിക്കുന്ന പലതരം മാജിക്കുകളും മായാജാലങ്ങളും സർക്കസു കളികളുമെല്ലാം യൂറോപ്യൻ ഭാഗത്തു ഇവരെക്കുറിച്ച് ഭീതിജനകമായ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് തന്നെ വലിയ പ്രേരകമായി തീർന്നു. അക്കാലത്ത് ജിപ്സികളധികവും നാടോടികളായിരുന്നു. ഒരു സ്ഥലത്ത് തന്നെ തങ്ങാതെ ഇവർ നിരന്തരം സഞ്ചരിക്കുന്നവരും എത്തപ്പെട്ടയിടങ്ങളിൽ അപ്പപ്പോൾ താൽക്കാലികമായി കഴിഞ്ഞുകൂടുന്നവരുമൊക്കെയായിരുന്നു. വിസ്മയം ജനിപ്പിക്കുന്ന മായാജാലങ്ങൾ കാണിക്കുക, സർക്കസ് കളിക്കുക, അവയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുക എന്നതായിരുന്നു അവരുടെ ഒരു ജീവിതരീതി തന്നെ. അങ്ങനെയാണ് നാടുചുറ്റി ഈ വംശക്കാർ യൂറോപ്പിലും എത്തപ്പെട്ടത്. ആയതിന് തെളിവായി യൂറോപ്പിലെ ഇത്തരക്കാരുടെ ഭാഷയിൽ ധാരാളം ഹിന്ദി പദങ്ങളും സംസ്കൃത പദങ്ങളും നമുക്ക് കാണാനാവും. കറുത്തവരെന്ന് മുദ്രകുത്തി വർണ്ണവിവേചനത്തിന്റെ പേരിൽ 1800 മുതൽ 1900 വരെ കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വംശഹത്യക്ക്, പീഡനമുറകൾക്ക് വിധേയരാക്കപ്പെട്ടവരാണ് ഇക്കൂട്ടർ. വടക്കൻ തുർക്കി വഴി റൊമാനിയയിൽ പ്രവേശിച്ച ജിപ്സി വർഗക്കാരിൽ നിന്നും പ്രത്യേക സാഹചര്യങ്ങളെ തുടർന്ന് അവിടത്തെ ഒരു പ്രവിശ്യയുടെ രാജാവായി മാറിയ ആളാണ് സത്യത്തിൽ ഡ്രാക്കുളയുടെ നായകനായ സാക്ഷാൽ ഡ്രാക്കുള അഥവാ വ്ലാദ് ഡ്രാക്കുള മൂന്നാമൻ. ചെറുപ്പകാലത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവുമെല്ലാം ഓട്ടോമൻ ചക്രവർത്തിയുടെ തടവിലായിരുന്നു. എന്നാൽ വ്ലാദ് ഡ്രാക്കുള മൂന്നാമൻ തന്ത്രപരമായി തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടു. റൊമാനിയയിൽ തന്നെ ഒരു പ്രവിശ്യയുടെ ആധിപത്യം ജിപ്സികളുടെ സഹായത്തോടെ ഉണ്ടാക്കുകയും അവിടുത്തെ രാജാവായി വാഴുകയും ചെയ്തു. അനുഭവിച്ച കൊടുംപീഡനങ്ങൾ അതേ നാണയത്തിൽ അധികാരമുപയോഗിച്ച് തിരിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹം വലിയ ആവേശം തന്നെ കാട്ടി. തുർക്കികൾക്കും തദ്ദേശീയരായ റൊമേനിയക്കാർക്കും എതിരെ അതേ നാണയത്തിൽ ക്രൂരയോടെ അദ്ദേഹം തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. കുരിശ് യുദ്ധകാലത്ത് ഇസ്ലാമിന്റെ യൂറോപ്യൻ പ്രവേശനം തടഞ്ഞ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. പോപ്പിന്റെ വിശിഷ്ട സമ്മാനം കിട്ടിയവൻ. എന്നിട്ടും അദ്ദേഹവും റൊമാനി ജിപ്സികളും കറുത്ത നിറമെന്ന കാരണത്താൽ എല്ലാ വിധത്തിലും അവഗണന അനുഭവിച്ചു. യൂറോപ്പ് മുഴുവനും ജിപ്സികൾക്ക് റൊമാനി എന്ന പരിഹാസ പേര് തന്നെയുണ്ടായി. ചരിത്രവുമായി ഇഴുകിച്ചേർന്ന കഥകൾ അങ്ങനെ പലതുണ്ട്. ബ്രാം സ്റ്റോക്കർ എഴുതിയ ഡ്രാക്കുള എന്ന നോവൽ വഴിയാണ് ഇദ്ദേഹത്തെയും അക്കാലത്തെ ചരിത്രഗതിയും കൂടുതലായി ലോകമറിഞ്ഞു തുടങ്ങിയത്. ഡ്രാക്കുള എന്ന നോവലിന്റെ കഥയിലേക്ക് വന്നാൽ കഥയുടെ സാരാംശം തന്നെ ഇങ്ങനെയാണ്. ജോനാഥൻ എന്ന ഒരു ആർക്കിടെക്റ്റിനെ ഡ്രാക്കുള കോട്ടയിലേക്ക് വിളിപ്പിക്കുന്നു. ഡ്രാക്കുളയ്ക്കു ഇംഗ്ലണ്ടിൽ ഒരു കൊട്ടാരം വേണം. ജിപ്സികൾ അദ്ദേഹത്തെ കപ്പൽ വഴി ഇംഗ്ലണ്ടിലെത്തിക്കുന്നു. ലൂസി തുടങ്ങിയവരെ ഭീകരമായ വാമ്പയർ ആക്കുന്നു. കൂടെ വായനക്കാരെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള പാശ്ചാത്തല വിവരണങ്ങളും എല്ലാം ചേർന്നാൽ ബ്രാം സ്റ്റോക്കറിന്റെ ഡ്രാക്കുള നോവലായി. ആ കാലത്ത് പലരുടെയും ഉറക്കം കെടുത്തിയ കഥകൾ തന്നെയായിരുന്നുവ. അപസർപ്പക സാഹിത്യലോകത്ത് ഇന്നും വിസ്മയത്തോടെ തലയുയർത്തി നിൽക്കുന്നു ഡ്രാക്കുള. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വംശഹത്യയുടെ വല്ലാത്ത വർണ്ണവിവേചനത്തിന്റെ ചരിത്രത്താളുകളിലേക്ക് ഇതിൽ വിരിയിക്കാൻ സഹായിച്ച കഥ തന്നെയായിരുന്നു.